കൈലാസ ചിത്രം നമ്മുടെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഋഷിമാർ തപസ് ചെയ്ത പുണ്യസ്ഥാനമാണ് എന്നും അറിയാം. എന്നാൽ ഏറ്റവും ശക്തമായി നാം മനസ്സിലാക്കുന്നത് മഹാദേവന്റെ വാസസ്ഥാനമാണ് കൈലാസം എന്ന്. ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യഭൂമി. ബ്രഹ്മാവിന്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു സരസ് അവിടെ വിസ്തൃതമായി നിലകൊള്ളുന്നുണ്ട് എന്നറിയാം. മനോഹരമായൊരു ചിത്രം വരച്ചിട്ടതുപോലെയാണ് കൈലാസത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം ഒത്തുചേർന്ന യാഥാർത്ഥ്യമാകുമ്പോഴാണ് കൈലാസയാത്ര അതിൻ്റെ പരമപുണ്യത്തിലേക്ക് എത്തുന്നത്. കൈലാസയാത്ര എന്ന സ്വപ്നം സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ ആദ്യമൊന്ന് നടത്തി നോക്കിയിരുന്നു. പലപ്പോഴും പല യാത്രാ വിവരണങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി വായിച്ചു നോക്കുക. പക്ഷെ അതിലൊക്കെ നമ്മുടെ യാത്രയെ ഒന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വിവരണങ്ങളാണ് നമുക്ക് കൂടുതലും ലഭിക്കുക. ഒരു ചിത്രീകരണത്തിന് അനുവദിക്കുന്ന പ്രകൃതി അന്തരീക്ഷങ്ങളായിരിക്കുമോ ഉണ്ടാവുക, അതിന് വേണ്ടുന്ന ആരോഗ്യം യാത്ര ചെയ്യുന്ന വേളയിൽ ഉണ്ടാകുമോ, അതല്ലെങ്കിൽ തന്നെ ഈ വിചാരിക്കുന്നത് പോലെയൊക്കെ മനോഹരമായി ചിത്രീകരിച്ച് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനാകുമോ, ഇങ്ങനെ 1000 സംശയങ്ങളായിരുന്നു കൈലാസയാത്രയ്ക്ക് തടസ്സമായി നിന്നിരുന്നത്. പക്ഷേ എങ്കിലും കൈലാസയാത്ര പോകണം എന്നൊരു പ്രചോദനം എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു കാലത്താണ് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് ഒരു ഫോൺ കോൾ എത്തുന്നത്. രോഗാതുരയായ ഒരു അമ്മയാണ് വിളിച്ചത്. അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഉദയാമൃതത്തിൻ്റെ ഓരോ കാഴ്ചകളും, ഓരോ ക്ഷേത്രഭൂമികളും നിങ്ങൾ യാത്ര നടത്തുമ്പോൾ ഇവിടെ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം യാത്ര നടത്തുകയാണെന്ന്. പക്ഷേ ആ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹവും ബാക്കിയുണ്ടായിരുന്നു. ഇനി എനിക്ക് ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്നറിയാം. പക്ഷേ എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കൈലാസം ഒന്ന് പോകണമെന്നാണ്. മോൾക്ക് അത് പോകാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷേ അപ്പോൾ പദ്ധതിയില്ല എന്ന് തീർത്തും അറിയാവുന്നത് കൊണ്ട് ഈ കാണുന്ന കാഴ്ചകളിൽ കൈലാസത്തെ കണ്ടുകൊള്ളൂ, അല്ലെങ്കിൽ മനസ്സിൽ കൈലാസമുണ്ടെന്ന് ഉറപ്പിച്ചുകൊള്ളൂ എന്ന് വെറുതെ ആ അമ്മയോട് പറഞ്ഞുവെങ്കിലും ആ ഫോൺ വിളിക്ക് ശേഷം മനസ്സ് അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരുപക്ഷെ നമുക്ക് പോകാനായില്ലെങ്കിൽ ഇങ്ങനെ ഒരു 1000 പേർക്ക്, ഒരുപക്ഷെ ഒരിക്കലും കൈലാസത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു 1000 പേർക്ക് മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കുവാനായില്ലെങ്കിൽ പിന്നെ ആർക്കാണ് എത്തിക്കാനാകുന്നത് എന്ന ചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഈ ഒരു ചിന്തയോടൊപ്പം കൈലാസയാത്രയ്ക്ക് എങ്ങനെയും തയ്യാറാകണം, അല്ലെങ്കിൽ കൈലാസ ദൃശ്യങ്ങൾ ആ അമ്മയ്ക്ക് വേണ്ടി, അതുപോലുള്ള 1000 അമ്മമാർക്ക് വേണ്ടി, അതുപോലുള്ള 1000 വിശ്വാസികൾക്ക് വേണ്ടി എത്തിക്കണം എന്ന ചിന്ത മനസ്സിൽ ഉറപ്പിക്കുവാൻ തുടങ്ങിയതോടുകൂടി തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മറ്റൊരു ഫോൺ കോൾ കൂടി കിട്ടുകയുണ്ടായി. അത് എറണാകുളത്തു നിന്നായിരുന്നു. എറണാകുളത്ത് നിന്ന് കൈലാസ് ദർശൻ എന്ന സംഘത്തിൽ നിന്ന്, അതിൻ്റെ സംഘത്തലവൻ ശ്രീ വേണുഗോപാലാണ് ഞങ്ങളെ വിളിച്ചത്. അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായി സ്ഥിരമായി കൈലാസയാത്രയ്ക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സംഘത്തെ കൊണ്ടുപോവുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വിളിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശം തീർച്ചയായും കൈലാസയാത്രയ്ക്ക് പോകാമെന്നും അത് ചിത്രീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. എല്ലാ ചിത്രീകരണ സാധ്യതകളും അവിടെയുണ്ട്, അതിനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ കൈലാസയാത്ര എന്ന തീരുമാനം അങ്ങ് ശക്തമാവുകയാണ്. നേപ്പാളിലെത്തി എന്നാൽ ആദ്യം കാണേണ്ട ഏത് സ്ഥാനമാണ്, ഏത് ദേവസ്ഥാനമാണ് എന്നാലോചിച്ചാൽ മനസ്സിൽ വരിക ഒരൊറ്റ നാമമാണ്: പശുപതിനാഥ്. ഹരിദ്വാർ ഋഷികേശിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഹരിദ്വാറിൽ വെച്ച് ഒരിക്കൽ പശുപതിനാഥ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ഏറ്റവും വലിയ മുക്തിദായകമായ അവസ്ഥ എന്ന് പറയുകയുമുണ്ടായി. ഒരുപക്ഷെ അന്നാ പറഞ്ഞത് ഈശ്വരൻ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ഈ കൈലാസയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയിൽ ആദ്യം നമ്മെ പശുപതിനാഥിലേക്ക് കൊണ്ടുവന്നത്. പശുപതിനാഥ ദർശനം ഇവിടുത്തെ ഏറ്റവും, നേപ്പാളിൽ എത്തുന്നവർ, പല ദേശങ്ങളിൽ നിന്ന് എത്തുന്നവർ ഇവിടുത്തെ ഏറ്റവും വലിയ പുണ്യമായി കരുതും. ഓരോ കാലത്തും ഓരോ രൂപങ്ങൾ പൂണ്ട്, ഓരോ ഭാവങ്ങൾ പൂണ്ട് മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി ഈശ്വരമൂർത്തികളായി അവതരിച്ച ഭഗവത് രൂപങ്ങൾ ഹൈന്ദവ പുരാണങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്നു. അതിലൊന്നാണ് പശുപതിനാഥിലുമുള്ളത്. പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളിൽ തന്നെ ഭഗവാൻ ഒരിക്കൽ കാളയുടെ രൂപം പൂണ്ടുവെന്നും അങ്ങനെ വനത്തിൽ പാർവതി ദേവിയോടൊപ്പം വന്ന് വനത്തിൽ പാർത്തിരുന്നുവെന്നും അങ്ങനെ ഉണ്ടായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് പശുപതിനാഥ ക്ഷേത്രം ഉണ്ടായി വന്നതെന്നും വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ പറയാം. പക്ഷേ
ഇവിടെ എത്തുമ്പോൾ നിരവധിയായി കാണുന്ന ചെറു ചെറു ക്ഷേത്രങ്ങളാണ്. ഈ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഓരോന്ന് പറയുവാനുണ്ടാകും. പുഴയുടെ അക്കരയും ഇക്കരയും ഇരുവശങ്ങളിലും ക്ഷേത്രഭൂമികളും രാജമന്ദിരങ്ങളും ഒക്കെയാണ്. അതിൽ തന്നെ നാം കണ്ട ശിവലിംഗത്തിന് തൊട്ടരികിലായി നമുക്കൊരു ചെറിയ ബുദ്ധരൂപം കാണാം. നേപ്പാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രം തനിയെ കണ്ടെത്താൻ പറ്റില്ല ഇതൊരു ബുദ്ധവിഹാരം മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു ഹൈന്ദവ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു ജൈന ക്ഷേത്രമാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ക്ഷേത്രഭൂമികളിലും എല്ലാ വിശ്വാസങ്ങളും ഒത്തുചേർന്നിട്ടുണ്ടാകും. ഇവിടെ പശുപതിനാഥം ശിവക്ഷേത്രമാണ് എന്ന് പറയുമ്പോൾ ആ ശിവലിംഗത്തിന് അരികിലായി തന്നെ നാം ഒരു ബുദ്ധ വിഗ്രഹം കാണുന്നു. അതാകട്ടെ ശാക്യമുനിയുടെ വിഗ്രഹമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ശാക്യവംശത്തിലാണല്ലോ ശ്രീ ബുദ്ധൻ ജനിച്ചത്. അതുമാത്രമല്ല ഹൈന്ദവ പുരാണങ്ങളിലും ശാക്യമുനിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എല്ലാം ഒന്നു തന്നെ എന്ന് വ്യക്തമാക്കുവാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നേപ്പാളിലൂടെയുള്ള ഈ യാത്ര. പശുപതിനാഥ ക്ഷേത്രം എന്ന്, ആരാൽ, എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ധാരണയൊന്നുമില്ല എങ്കിലും 3-ാം നൂറ്റാണ്ടിൽ സോമവേദ രാജവംശത്തിലെ പശുപ്രേക്ഷ രാജാവാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. പക്ഷേ 13-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് നദിക്ക് ഇക്കരെ ക്ഷേത്രപ്രദേശത്തിൽ ആദ്യം എത്തുന്നത് ദേവീ സങ്കല്പമുള്ള പ്രദേശത്താണ്. ദേവീഭാവം ഇവിടെ നിലകൊള്ളുകയാണ്. ഇവിടെ കാളി ദേവിയാണ് പൂജിക്കപ്പെടുന്നത് എന്ന് പ്രത്യേകിച്ച് ക്ഷേത്ര കവാടത്തിന് മുന്നിലെ ആ തടിയിലുള്ള രൂപം കാണുമ്പോൾ മനസ്സിലാക്കുവാനാകുന്നു. വേതാള രൂപവും ഗരുഡ രൂപവും എല്ലാം ഒത്തുചേർന്ന് നിരവധി കൈകളോടുകൂടി അസുരനെ നിഗ്രഹിച്ചു നിൽക്കുന്ന ദേവിയുടെ രൗദ്രഭാവമാണ് ഇവിടെ കാണുക. അതായത് പ്രവേശന കവാടത്തിന് നേരെ മുന്നിൽ തന്നെ. ശ്രീകോവിലിനകത്ത് കാണുവാനാകുന്നത് ഒരു പീഠപ്രതിഷ്ഠയാണ്. അതായത് പ്രത്യേകിച്ച് പത്മ ആകൃതിയിലുള്ള പീഠപ്രതിഷ്ഠ. പത്മാകൃതി വരുന്നത് ബുദ്ധസങ്കല്പമാണ്. അങ്ങനെയുള്ളൊരു പീഠപ്രതിഷ്ഠ അകത്ത് കാണുമ്പോൾ പുറത്തായി നമുക്ക് വാഹന രൂപങ്ങൾ, ദേവീ വാഹന രൂപങ്ങൾ, സിംഹവും അതുപോലെ തന്നെ മൂഷിക രൂപവും, അങ്ങനെ ഈശ്വര വാഹന രൂപങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് വിശ്വാസപ്രകാരം നിരത്തി വെച്ചതായിരിക്കില്ല. പലപ്പോഴും പലയിടത്തിനായി കണ്ടെത്തിയത് ഒരുമിച്ച് നിരത്തി വെച്ചിരിക്കുന്നതാകാനാണ് സാധ്യത. വത്സലേശ്വരി ക്ഷേത്രത്തിൻ്റെ നേരെ വടക്ക് ഭാഗത്തായി നമുക്ക് കാണുവാനാകുന്നത് ഇങ്ങനൊരു ചെറിയ ശ്രീകോവിലാണ്. ഇവിടെ ഗണേശ രൂപങ്ങളാണ്. അത് വ്യക്തമായില്ലാത്ത രീതിയിൽ, അതായത് കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞ ഭാവത്തിൽ കാണുന്നത് ഗണേശ രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനാകുന്നു. എന്നാൽ ഗണേശ രൂപങ്ങൾക്കൊപ്പം ബ്രഹ്മാവിൻ്റെയും ആഞ്ജനേയൻ്റെയും രൂപമുണ്ടോ എന്നൊരു സംശയവും അവിടെ നമുക്ക് ജനിക്കുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് എങ്കിലും 13-ാം നൂറ്റാണ്ട് മുതലാണ് ഇവിടുത്തെ ഒരു ക്ഷേത്രഭൂമിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിശ്വാസങ്ങളെ കുറിച്ചുള്ള ധാരണകൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ 650 AD കാശ്മീർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ കാഠ്മണ്ഡു താഴ്വര ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കുലദേവതയായിരുന്നു പശുപതിനാഥൻ എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. അതിൽ തന്നെ അമരവംശൻ എന്നൊരു രാജാവിന് പശുപതിനാഥന്റെ പാദത്തിൽ വീഴുവാനുള്ള അല്ലെങ്കിൽ പാദസ്പർശം ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വാസം പറയുന്നു. ഇവിടെ പശുപതിനാഥത്തിൽ ഭഗവാനെ ദർശിക്കുവാനായി ശ്രീരാമൻ ലക്ഷ്മണനും ഭരതനോടുമൊപ്പം ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമിക്ക് അകത്ത്, ഈ ശ്രീരാമക്ഷേത്രത്തിനകത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും സാന്നിധ്യമരുളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മണിനാദങ്ങൾ മുഴക്കിക്കൊണ്ട്, അതായത് ഒരു പ്രത്യേക പ്രാർത്ഥനാ മന്ത്രം മുഴക്കിക്കൊണ്ട് വേണം നമുക്കകത്ത് രാമക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ. എല്ലാ യാത്രകളിൽ നിന്ന് വൈവിധ്യമാർന്നിട്ടുള്ള കൈലാസയാത്ര. ഈ സാഹസികതയുടെ മേന്മ കൊണ്ടാണ് കൈലാസയാത്ര കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവരെ കൈലാശി എന്ന് സംബോധന ചെയ്യുന്നത്. പുണ്യം നിറഞ്ഞ ഒരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മനസ്സിന് ആത്മബോധമുണ്ടെങ്കിൽ മാത്രമേ കൈലാസത്തിൽ ചെന്ന് കൈലാസ പരിക്രമം കഴിഞ്ഞ് മടങ്ങിയെത്തുവാനാവുകയുള്ളൂ.
ഒരിക്കൽ കൈലാസത്തിൽ പോയാൽ അല്ലെങ്കിൽ കൈലാസത്തിന് പോകുന്നതിന് മുൻപും കൈലാസത്തിൽ പോയവരുടെ അനുഭവം അറിയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ്ജം നൽകിക്കൊണ്ടേയിരിക്കും. കൈലാസ യാത്ര അനുഭവങ്ങൾ എത്ര കേട്ടാലും മതി വരികയുമില്ല. കൈലാസ് മാനസരോവർ യാത്രയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് അതിന് വേണ്ടുന്ന കോർഡിനേഷൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു ജോബും കൂടെ എന്നിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കോൺട്രിബ്യൂഷനും കൂടെയാണ്. പ്രത്യേകിച്ച് ഇത്രയും നോബിളായിട്ടുള്ളൊരു കോസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ അത് ഒരു യാത്ര അല്ലെങ്കിൽ വെറും ഒരു യാത്ര എന്നുള്ളതിനപ്പുറം സ്പിരിച്വൽ അവേക്കനിങ്ങും അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു യാത്ര. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയിട്ടുള്ള യാത്രകളിൽ ഒരുപക്ഷെ ഞങ്ങൾ 3 പേരായിരുന്നു തോന്നുന്നു യങ്ങസ്റ്റ് ഓഫ് ദ ലോട്ട്. സീനിയേഴ്സ് ആയിരുന്നു കൂടുതലും ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അമൃത TV പ്രദാനം ചെയ്ത് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റി എന്നുള്ളത് അതിലേറെ വലിയൊരു ഭാഗ്യം. മാത്രമല്ല ഈ യാത്രയുടെ വിശദാംശങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ഞങ്ങൾ ചെയ്ത എക്സസൈസിന്, ഞങ്ങൾ ചെയ്ത ഈ ദർശനത്തിന് ഒരുപക്ഷെ പുതിയ മാനം നൽകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശ്രീരാമക്ഷേത്രത്തിനോട് ചേർന്ന് വേറെയും ചില പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നാം സഞ്ചരിച്ചെത്തുന്നത്. ഇവിടെ എല്ലാ ക്ഷേത്രഭൂമികളിലും തന്നെ ക്ഷേത്രനിരപ്പിൽ നിന്ന് ഒരല്പം താഴെയായി പ്രതിഷ്ഠയും പ്രത്യേകിച്ചുള്ള പൂജാരീതികളും കാണും. ഇവിടെ അത്തരത്തിൽ പൂജാരീതികൾ കാണുന്നത് പാതാള ഹനുമാനാണ്. പാതാള ഹനുമത് സങ്കല്പമാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതായത് ഹനുമത് ഭാവം ഒരല്പം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട്, അത് ഭൂമിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് പാതാള ഹനുമാൻ എന്ന സങ്കല്പം വരുന്നത് തന്നെ. ഇവിടെ പൂജകൾ ചെയ്യാറുണ്ട് എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. പാതാള ഹനുമത് സങ്കല്പത്തിൽ നിന്ന് നേരെ മുന്നിലായി കാണുന്നതാകട്ടെ രാമഭഗവാൻ ഇവിടെ എത്തിയ സമയത്ത് പ്രത്യേകിച്ച് യാഗം നടത്തിയ കുണ്ടാണിത് എന്ന് പറയുന്നു. ഇന്നും ഇവിടെ താമസിക്കുന്ന സാധുക്കൾ അല്ലെങ്കിൽ സന്യാസിമാർ ഇവിടെ പ്രത്യേകിച്ചായി ആ ഒരു ഹോമകുണ്ഡം ഉപയോഗിക്കുന്നു. പക്ഷേ രാമദേവൻ ഉപയോഗിച്ച ഹോമകുണ്ഡം എന്നൊരു പ്രത്യേകത അതിന് തീർച്ചയായുമുണ്ട്. അത് കഴിഞ്ഞെത്തുന്ന ശ്രീകോവിലാകട്ടെ രാമേശ്വര മഹാദേവൻ, അതായത് ശ്രീരാമദേവൻ പൂജിച്ച മഹാദേവൻ രാമേശ്വരത്തെ ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നേപ്പാളിൽ നമ്മൾ ദർശിച്ചിട്ടുള്ള പുണ്യസ്ഥലങ്ങൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഈ സ്വയംഭുനാഥ് എന്ന ക്ഷേത്രം, അതുപോലെ തന്നെ പശുപതിനാഥ് എന്ന മഹാദേവൻ്റെ ക്ഷേത്രം, അതുപോലെ തന്നെ ജലശായി വിഷ്ണു എന്ന ഇനി വരാൻ പോകുന്ന മറ്റൊരു ക്ഷേത്രം. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. പശുപതിനാഥ ക്ഷേത്രത്തിലെ നാം കണ്ടുകൊണ്ടിരുന്നത് ബാഗ്മതി പുഴയുടെ തീരമാണ്. എന്നാൽ ബാഗ്മതി പുഴയുടെ തീരത്ത് നിന്ന് പടവുകൾ മുകളിലേക്ക് കയറി വന്നാൽ നാം കാണുന്നത് ഒരു മനോഹരമായ വനമാണ്. ഇതൊരു വനം എന്ന് പറയുമ്പോൾ ഹിമവത് പുരാണത്തിലും നേപ്പാള മഹാത്മ്യത്തിലുമാണ് നമുക്ക് ഏറ്റവും കൂടുതലായി പശുപതിനാഥത്തിൻ്റെ ഐതിഹ്യം മനസ്സിലാക്കുവാനാകുന്നത്. ആ ഐതിഹ്യപ്രകാരം ഇത് മൃഗസ്ഥലി എന്ന വനമായിരുന്നു ഒരു കാലത്ത്. മഹാദേവനെ കാണാതെ പ്രകൃതിയുടെ മുഴുവൻ താളവും ഇല്ലാതെയായി. ഭൂമി മുഴുവനും പ്രപഞ്ചം മുഴുവനും ഇല്ലാതെയാകുന്ന അവസ്ഥയായി. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ചകിതരായി. എവിടെയാണ് മഹാദേവൻ മറഞ്ഞതെന്നറിയുവാനായി അന്വേഷിച്ച് നടക്കുകയും ഒടുവിൽ ബാഗ്മതി പുഴയുടെ തീരത്തെ മൃഗസ്ഥലി എന്ന ഈ വനപ്രദേശത്ത് അദ്ദേഹം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും പശുപതിയായി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ വന്ന് വാരണാസിയിലേക്ക് ഭഗവാനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹാവിഷ്ണു കാളയുടെ കൊമ്പിൽ പിടിച്ച് വലിക്കുകയും ഒരു കൊമ്പ് ഒടിഞ്ഞ് 4ആയി മാറുകയും ചെയ്തു. അങ്ങനെ 4ആയി മാറിയതുകൊണ്ട് ഇവിടെ ഭഗവത് രൂപം, അതായത് ശിവലിംഗം 4 മുഖങ്ങളോടുകൂടി ചതുർമുഖത്തോടു കൂടിയുള്ള ശിവലിംഗമാണ്. അതൊരു വളരെ വലിയ സവിശേഷമായ കാഴ്ചയാണ് ഇവിടെ. ഇതാണ് ഇതിൻ്റെ പശുപതിനാഥിൻ്റെ പ്രധാനമായ ഐതിഹ്യം ഇതാണ്. അങ്ങനെ മൃഗസ്ഥലി എന്ന വനപ്രദേശം, ആ വനപ്രദേശമാണ് ഇന്ന് നാം ഈ കാണുന്നത് ബാഗ്മതി പുഴയുടെ തീരത്ത്. മൃഗസ്ഥലി എന്ന വനത്തിൻ്റെ ഉയർന്ന പ്രദേശത്ത് കയറുന്ന പശുപതിനാഥത്തെ നാം നോക്കിക്കാണുകയാണ്. എന്തൊരു വിശാലമാണ് കാഴ്ച. ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ധർമ്മശില കാണുവാനാകും. അത് ആ നേരെ കാണുന്ന ഒരു ചെറിയ ശില, ആ ശിലയ്ക്ക് മുകളിലായിട്ടുള്ള പ്രത്യേകിച്ചുള്ള നന്ദിരൂപം, അതാണ് ധർമ്മശില. അവിടെയാണ് പണ്ട് രാജാക്കന്മാർ എത്തി വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ വലിയ സത്യങ്ങൾ നടത്തിയിരുന്നത്.
പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ ശങ്കരാചാര്യരാണ് പൂജാരീതികളും എങ്ങനെ വേണം പൂജ എന്ന് നിഷ്ഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ പൂജ ചെയ്യേണ്ടത് ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്തുന്ന ഭട്ടുമാരിൽ ഒരാളായിരിക്കണം എന്നത് വളരെ തീർച്ചയുള്ള കാര്യമാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന്, അതായത് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഭാഗമായ കേരളത്തിൻ്റെ ഭാഗമായ ദക്ഷിണേന്ത്യയിൽ നിന്ന് വേണം ഇവിടുന്ന് പൂജാരികൾ എത്തുവാൻ. ആ പൂജാരികളാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അന്ന് ശങ്കരാചാര്യർ എങ്ങനെ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഇന്നും ഇവിടെ ഇങ്ങനെ തുടർന്നു പോരുകയാണ്. പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷണം കിട്ടിയത് കൊണ്ടാണ് ഇവിടേക്ക് എത്തുവാനായതെന്നാണ് ആ ബാബ നമ്മളോട് പറഞ്ഞത്. അല്ലാതെ ആർക്കും ഇവിടേക്ക് വരാൻ പറ്റില്ല അത്രേ. കൈലാസത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെയാണ്. വിളി അവിടെ നിന്ന് വരണം എന്ന് പഴമക്കാർ പറയും. അതായത് ഭഗവാൻ നമ്മളോട് പറയണം വന്നോളൂ എന്ന്. എങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ ഏത് യാത്രയും നമുക്ക് ചെയ്യാനാവുകയുള്ളൂ. ഇവിടെ പശുപതിനാഥനും നമ്മെ വിളിച്ചിട്ടുണ്ടാകണം. ശങ്കരാചാര്യരുടെ പൂജകൾ ഇന്നും പിന്തുടർന്ന് വരുന്ന, അല്ലെങ്കിൽ ശങ്കരാചാര്യർ നിർദ്ദേശിച്ച പൂജകൾ പിന്തുടർന്ന് വരുന്ന ജ്യോതിർലിംഗം നിലകൊള്ളുന്ന പശുപതിനാഥ ക്ഷേത്രം. മഹാദേവ ക്ഷേത്രഭൂമികളിൽ ഭക്തരായി ഏറ്റവും വിനീതരായി നിന്ന നമുക്ക് ഓരോ ക്ഷേത്രഭൂമികളിലെയും സമാനമായ ആ ഒരു ഐതിഹ്യത്തെ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഊർജ്ജത്തെ മനസ്സിലാക്കുവാനായതുകൊണ്ടായിരിക്കണം പശുപതിനാഥൻ നമുക്ക് ഈ അവസരം നൽകിയത്. മൃഗസ്ഥലയിൽ നിന്നുകൊണ്ട് പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് നാം കണ്ടത് എങ്കിൽ ഇപ്പോൾ നാം പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയ്ക്ക് മുന്നിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ആ ഒരു തെക്കേ കവാടം അല്ലെങ്കിൽ തെക്കേ ഗോപുരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അതിലെയും നമുക്ക് ശില്പവൈദഗ്ധ്യം വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് അതിമനോഹരമായ ശില്പവൈദഗ്ധ്യവും ദാരുരൂപങ്ങളും ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ചെറിയൊരു വിശ്രമ സങ്കേതം കടന്ന് മുന്നിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു വാതിൽ, ആ വാതിൽ സൂര്യചന്ദ്രന്മാരെ ആലേഖനം ചെയ്തിരിക്കുന്ന വാതിൽ. ഈ വാതിൽ അകത്തേക്ക് പ്രവേശിക്കുന്നത് തെക്കേ നടയിലേക്കാണ്, പശുപതിനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലേക്ക്. ഈ ഒരു തെക്കേ നട കടന്ന അകത്തേക്ക് ക്യാമറ കണ്ണുകൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തെക്കേ നടയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള വിശേഷമായ സങ്കല്പങ്ങൾ, അതായത് സാക്യ രാജാക്കന്മാരുടെ സങ്കല്പങ്ങളും അതുപോലെ തന്നെ ഏതാണ്ട് 500-ൽ പരം ശിവലിംഗങ്ങളിൽ പ്രധാന ഭാഗങ്ങളും ഒക്കെ വരുന്നത് ഈ തെക്ക് ഭാഗത്താണ്. കൈലാസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ 2-3 ക്ഷേത്രങ്ങളിലെ ആ ഒരു വിസിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് നമുക്ക് ഉണ്ടാക്കുന്ന വിസിറ്റ്സ് ആണ്. ഇതെല്ലാം തന്നെ ദർശനങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് പശുപതിനാഥൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അവിടുത്തെ ഈ ശ്മശാൻ ഘട്ടം, അതുപോലെ തന്നെ ആര്യഘട്ടം, അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകൾ, ശിവലിംഗങ്ങളുടെ കാഴ്ചകൾ, ഇതുപോലെ ചുറ്റിനുമുള്ള അഘോര സന്യാസികൾ, പന്ത്ര ശിവാലയ്, ഇങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് യു ബിക്കം മോർ ക്ലോസർ ടു മഹാദേവ്. ആ ഈശ്വരനോട് കൂടുതൽ നമ്മൾ അടുക്കുന്നു, നമ്മൾ ജീവിതത്തെ കൂടുതൽ അറിയുന്നു.